പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കൂട്ടുകാരിക്കുന്നു. അതും നമ്മുടെ മിനിമിലിറ്റി ഗെയിം പ്ലേ ആണ്. നമ്മുടെ പഴയ മിനിമിലിറ്റി അത്രയ്ക്കൊന്നുമില്ല, പുതിയ മിനിമിലിറ്റിന്ന് കളിച്ചപ്പോൾ മനസ്സിലായി പഴയ മിനിമിലിറ്റി സൂപ്പറായിരുന്നു. ഇത് ഈ ഗെയിം കുഴപ്പമില്ല എന്നാ പറയാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഞാനത് കളിച്ച് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ ലെവലൊക്കെ കാണിക്കാൻ പറ്റും ഗൈസ്. കണ്ടോ ഗൈസ്, ഇവിടെ നമ്മൾക്ക് ലെവല് കിട്ടിയിരിക്കുന്നത് 13 ഗൈസ്. കണ്ടോ ഗൈസ്, 13. പിന്നെ ഇതിൽ മോഡിഫൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ആഡാണ് ഗൈസ്. ആഡൊന്നും കഴിയട്ടെ. അപ്പോൾ ഗൈസ് ഇവിടെയാണ് നമുക്ക് അവതാർ ചേഞ്ച് ചെയ്യാനുള്ളത്. എനിക്കൊരു കാര്യം തോന്നി, മറ്റേ അവതാറിനെക്കാട്ടും കുറേ അവതാറുകൾ ഇതിലുണ്ട്. പിന്നെ ഒരു ബാറ്റിൽ പാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഇതിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് സൂപ്പറാണ്. കുറേ മുടികൾ അതൊക്കെ കിട്ടും, അധികം മുടികൾ കിട്ടും. കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഇതൊക്കെ പക്ഷേ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ ഇതിൽ ലോക്കാണ് ഗൈസ്. ഇതിൽ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ്സ് ഓപ്പൺ ചെയ്താലാണ് നമുക്ക് ഇതോളൊക്കെ കിട്ടുക. പിന്നെ ഇവിടെ ഗണ്ണിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഗണ്ണുകൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഗൺസ് എന്ന് പറയുന്നത്. പിന്നെ അത് നമുക്ക് ചിലതൊക്കെ ലോക്കാവും, അതും ക്രിയേറ്റീവുകളിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കാട്ടും കുറച്ചും കൂടി ഇത് ഇങ്ങനെയാണെന്ന്. എന്നാലും കുഴപ്പമില്ല, കളിക്കാനൊക്കെ ഇത് രസമാണ് ഗൈസ്. നമുക്കെന്ന് വെച്ചാൽ ഒന്ന് കളിച്ചു നോക്കാം. ഇതൊക്കെ 13 ലെവലായിട്ടുണ്ട് ഗൈസ് എൻ്റെ. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേൻ്റെ വീഡിയോ നമുക്ക് തുടങ്ങാം. നമ്മൾ ഔട്ട് പോസ്റ്റിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ഔട്ട് പോസ്റ്റാണ് മിക്ക ആൾക്കാരും കളിക്കുന്ന ഒരു ഇതെന്ന് പറയണത്. അതുകൊണ്ട് ഞാനും ഔട്ട് പോസ്റ്റാണ് കളിക്കാൻ പോണത്. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലെവൽ കൂടുന്നതിനനുസരിച്ച് സ്ഥലങ്ങളും കിട്ടും. ഇതൊക്കെ ഞാനിപ്പോൾ ലെവൽ കൂടിയോണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ കിട്ടിയത്. ആദ്യം മിനി ഔട്ട് പോസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ, അത് മാത്രം. പിന്നെ ഈ റാൻഡ് ഇനി 17 ലെവലായി സ്നൈപ്പർ ഔട്ട് പോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ഔട്ട് പോസ്റ്റിൽ കളിച്ച് നോക്കാം. ടീം ഡെത്ത് മാച്ച് വേണം കളിക്കാം, ഫ്രീ ഫോർ ഓൾ വേണം കളിക്കാം. ടീം ഡെത്ത് മാച്ചാണ് കളിക്കുന്നത്. പിന്നെ അവിടെ പ്രാക്ടീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നല്ല ഒരു ഓപ്ഷൻസാണ്. മറ്റേതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് കിട്ടുക, ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം ഗൈസ്. അപ്പം നമുക്ക് കളിച്ചു തുടങ്ങാം ഗൈസ്. കുറേ പേര് വരും. ഇതും കുറേ പേര് കളിക്കുന്നുണ്ടല്ലോ ഗൈസ്. പലർക്കും ഇത് നല്ല ഇഷ്ടമാണ്. ഇത് കൂടുതൽ കളിക്കുക ഗൈസ്. ബംഗ്ലാദേശ് അങ്ങനത്തെ ഓരോ രാജ്യങ്ങളിലുള്ളവരാണ് കൂടുതൽ കളിക്കുക. മലയാളികളും കളിക്കും, എന്നാലും അവരും കളിക്കും. അപ്പം നമുക്ക് കളി തുടങ്ങാൻ. കടിയിൽ സ്റ്റാർട്ട് മാച്ച് ഇൻ 1 സെക്കൻഡ് അങ്ങനെ കാണിക്കും ഗൈസ്. പിന്നെ ഗൈസ് ഈ ഒരു ടെക്സ്ചർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ഗൈസ്. ഞാൻ വലിയ പ്രോ പ്ലെയർ ഒന്നല്ല കേട്ടോ ഗൈസ്, എന്നാലും നമുക്ക് പറ്റണ പോലെ നമ്മൾ ശ്രമിക്കും. ചിലപ്പോൾ 0 കില്ല് വരെ എടുക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇതൊക്കെ ചിലപ്പോൾ എടുക്കും ഗൈസ്. എനിക്കൊരാളെയും പോലും കൊല്ലാൻ കിട്ടുന്നില്ല ഗൈസ്. ഞാൻ ഒരാളെ കൊന്നു ഗൈസ്. പിന്നെ ഒരാൾ നല്ല സൂപ്പർ. പിന്നെ ഇതിൽ മെസ്സേജ് അയക്കാനൊക്കെ പറ്റിയായിരിക്കും. അതിലും പറ്റും. അതുകൊണ്ട് ഒറ്റ വെട്ടിയാൽ മതി ഗൈസ്. എന്താ തീരാറായി ഗൈസ്. ഇതിൽ ഹേക്കർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ചത്തു. ഐ ആം ഡെഡ്. നിങ്ങൾ വേണം കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ മിനിമിലിറ്റിയിൽ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോസ് ഇടാം. അത് വേണമെങ്കിൽ പോയി കാണുക. അവരൊക്കെ ഫുൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ഗൈസ് കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തത്. ഈ മിനിമിലിറ്റിയുടെ അത്ര വലിയ വ്യത്യാസം
നല്ല വ്യത്യാസമുണ്ട് ഗൈസ്. നമ്മൾക്ക് അത്ര വലിയ കില്ലൊന്നുമില്ല. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ. കളിക്കുന്ന നമ്മുടെ ആൾക്കാരെ വേണം കത്തി കൊണ്ട് കൊല്ലാം, അല്ലാതെ കൊല്ലാൻ പറ്റില്ല. എന്നെ കൊല്ലാൻ ചിലപ്പോൾ വരുന്നുണ്ട്, നമുക്ക് കാണാം. ഞാൻ പാറയമേക്ക് വെടിവെച്ചത് അവൻ ചത്തു. അതെങ്ങനെയാണ്? അവൻ്റെ ലൈഫ് ചിലപ്പോൾ കുറവായിരിക്കും. ഞാൻ ആരെയൊക്കെയോ കൊന്നു. എൻ്റെ ടീമേറ്റ് ആൾക്കാരാണ് ഞാൻ തോന്നണത്. അപ്പോൾ ഗൈസ് എന്താണെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ കൊന്നു ഗൈസ്. ഞാൻ അത്ര വലിയ കളിക്കാരനെന്നല്ലാന്ന് പറഞ്ഞില്ലേ ഗൈസ്. മറ്റേ ടീമേറ്റും കുറേ പേര് ലാസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ 5 കില്ലെടുത്തു ഗൈസ്. ഇതില്ലേ ഇപ്പോഴും വല്ലവരും മിനിമൽട്ടി കളിക്കണമെന്ന് കമൻറ്റ് അടിക്കണം ഗൈസ്. പിന്നെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. ഇതാണ് ഗൈസ്. എന്താ തുടങ്ങാത്ത ഗൈസ്? ഇവിടെ കുറേ ഗണ്ണുകളൊക്കെ കിട്ടും ഗൈസ്. ഇവിടെ പിന്നെ കുറേ ഗണ്ണുകളൊക്കെ കിട്ടും ഗൈസ്. അവിടെയും കിട്ടൊക്കെ ചെയ്യും. ഈ ഗണ്ണൊക്കെ പുതിയതാണെന്നാണ് തോന്നണത്. ഞാനവിടെ കണ്ടിട്ടില്ല. ആ കളി ഞാൻ അത്രയധികം കളിച്ചിട്ടൊന്നുമില്ല ഗൈസ്, അതുകൊണ്ട് എനിക്കറിയില്ല ഗൈസ്. ഇതൊക്കെ എന്താണ് ഗൈസ്? ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. എല്ലാത്തിൻ്റെ ഉണ്ടിയും പോയി ഗൈസ്. കത്തിയോണ്ട് ഒരു കില്ല് കിട്ടിയേ. ഓ ഗൈസ്, ഒരു കളി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കളി. ഒന്നുകൂടി കളിക്കാം നമുക്ക്. വേറൊരു സ്ഥലത്ത് കളിക്കാം. നമ്മുടെ കണ്ട ബാറ്ററി പാസ് എന്ന് പറഞ്ഞ മുകളിൽ കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അത് കുറച്ചുകൂടി ആയാൽ ഞാൻ കാണിച്ചു തരാം എന്താണ്. ഞാൻ അടുത്തത് നമ്മൾ ഫ്രീ ഫോർ ഓളിലെ കാറ്റക്കോംസ് നമുക്ക് കളിക്കാം. കാറ്റക്കോംസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലമാണ് ഗൈസ്. ഈ സ്ഥലത്ത് നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഹോട്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഔട്ട് പോസ്റ്റിലും ആ കാറ്റക്കോംസിലും ഹോട്ടെന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ കാറ്റക്കോംസ് കളിക്കാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് അതൊന്ന് കളിച്ചു നോക്കാം ഗൈസ്. കുറേ പേരുണ്ട് ഗൈസ്. സുപ്രീം കമാൻഡർ ആണ് ഇതിലെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത്. നമ്മൾ എത്ര കളി കളിക്കുന്നു അത്ര അനുസരിച്ചാണ് അതിൻ്റെ ലെവലും കൂടുക ഗൈസ്. അതുകൊണ്ട് അങ്ങനെ കുറേ ലെവൽ കൂടുന്നു പ്രതീക്ഷിക്കണ്ട. എന്താണത്? എന്തോ ഒരു പോലത്തൊരു സാധനം വന്ന് എന്നെ കൊണ്ടിട്ട് പോയി. ആ കണ്ണ് സൂപ്പറാട്ടോ ഗൈസ്. നമുക്ക് കിട്ടുകയാണാവോ? നമുക്ക് നോക്കി നോക്കാം. ആ കണ്ണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ഉണ്ടയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ കണ്ണൊക്കെ എനിക്കറിയാം ഗൈസ്. ഈ കണ്ണ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. കണ്ടോ ഒരു ശബ്ദം കേൾക്കണുണ്ടോ? ആ കണ്ണിൻ്റെയാണ് ഗൈസ്. ചത്തില്ല. ഇന്നെന്താണ് ഗൈസ്? ബോംബിട്ടിട്ട് ചത്തില്ല ഗൈസ്. 2 കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ്. 2 കില്ലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഗൈസ് കാറ്റക്കോംസ് കളിക്കാൻ. അതുകൊണ്ട് അത്ര വലിയ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ഓ ഗൈസ്, അവർ ടീം വർക്കായിട്ടാണ് കളിക്കുന്നത്. അയ്യോ സോറി ഗൈസ്, ടീമല്ല, ഫ്രീ ഫോർ ഓളാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഗൈസ് അത്ര വലിയ കില്ല് കിട്ടാതിരുന്നത്. ഇപ്പൊ ഞാൻ ഇട്ടത് ഒരു ടൈം ബോംബാണ് ഗൈസ്. ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാളുടെ
നമ്മുടെ റീലോഡ് ആവണ സമയത്തായിരുന്നു ഗൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പുറത്ത് കുറേ ശബ്ദങ്ങളൊക്കെ കേൾക്കും, അതൊന്ന് നിങ്ങളൊന്ന് റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ റിജക്റ്റ് ചെയ്യാൻ ഗൈസ്. സുപ്രീം കമാൻഡർ അല്ലത് ഗൈസ്. ഇവരുടെ പേരുകൾ കണ്ട ചിരി വരില്ല. കുറേ പേരുകളുണ്ട് ഗൈസ്, നല്ല പേരുകളുണ്ട്, കോമഡി പേരുകളുണ്ട്. ഓ സ്റ്റിക്കി ബോംബ് സൂപ്പർ കേട്ടോ. ഇതിനെ പറയാ ടൈം ബോംബ് എന്നും പറയും, ചിലർ സ്റ്റിക്കി ബോംബ് എന്നും പറയും. ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ഒരു ട്രൈ ചെയ്യേണ്ട ഒരു ഗെയിം തന്നെയാണ് ഗൈസ്. ഇതിലൊന്ന് കുറച്ച് നാൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവും. ഞാനിതിപ്പോൾ 13 ലെവലാവാൻ അത്ര വലിയ ഈസിയൊന്നുമല്ല. സുപ്രീം കമാൻഡറൊക്കെ ആവണമെങ്കിൽ 2-3 കൊല്ലം വേണം ഗൈസ്. അതൊക്കെ ആവശ്യമുള്ളൊരു ഗെയിമാണ്. ഞാനെന്തായാലും സൂപ്പർ ഗെയിമാണെന്നാണ് പറയുള്ളൂ. BGMനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഇത് എന്താണാവോ. ഞാനിപ്പോൾ ഈ BGMI അത്ര കളിക്കാറില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ഈ ഗെയിം അതുകൊണ്ട് ഈ ഗെയിം മൈ ഫേവറേറ്റ് ഗെയിം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫ്രീ ഫയറും സൂപ്പറാണ്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. മിനിമൽട്ടി ഞാൻ ആദ്യമായിട്ട് കളിച്ചൊരു ഗെയിമാണ് മിനിമൽട്ടി എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ഗെയിംസിൽ. പക്ഷേ ഈ മിനിമൽട്ടി അല്ല, പഴയ മിനിമൽട്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഷൂട്ടിംഗ് ഗെയിമായി കളിച്ചത്. അപ്പോഴൊക്കെ എനിക്ക് ഓൺലൈനിലായി കളിക്കാൻ പറ്റുന്നേ അറിയുന്നുണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ എപ്പോഴും ഓഫ്ലൈനായിട്ടാണ് കളിക്കുക. അതാണ് ഇതിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞു വരാറുള്ളത്. എപ്പോഴും ഓഫ്ലൈൻ. ഈ ഗെയിം കിട്ടുക ഗൈസ്, കുറേ ഗെയിമുണ്ട് ഗൈസ്. അത് വലിയ പരിപാടികൾ എന്തൊക്കെ ഇത് എന്നുള്ള സാധനം എനിക്ക് കണ്ടുപിടിക്കുന്നില്ല ഗൈസ്. ആ ഗണ്ണ് എനിക്ക് കിട്ടുകയാണാവോ, അങ്ങനെ ലോക്കായി കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ. കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് എടുക്കാം. എങ്ങനെയുണ്ട് എന്നൊന്ന് ട്രൈ ചെയ്യാമെങ്കിലും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇനി 16 സെക്കൻഡ് 13 സെക്കൻഡേ ഉള്ളൂ. മുകളിൽ ഇങ്ങനെ ഒരു വെള്ള സാധനം കൊണ്ട് എഴുതി കാണിക്കും. ഗൈസ് ചത്തു 4 കില്ല്, 4 അല്ല 6 കില്ല് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മിനിമൽട്ടി എന്ന് പറയണത്. പുതിയ മിനിമൽട്ടി എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഇതും നല്ലൊരു മിനിമൽട്ടി തന്നെയാണ് ഗൈസ്. പഴയ മിനിമൽട്ടീനെക്കാട്ടും കുറച്ചും കൂടി അഡ്വാൻസ് ഉള്ളൊരു മിനിമൽട്ടിയാണ് ഈ മിനിമൽട്ടി ഗൈസ്. സൂപ്പറാണ്. പിന്നെ ഞാൻ ബാറ്റിൽ പാസ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് മുകളിലൊരു മഞ്ഞ സാധനം കണ്ടില്ലേ, അതാണ് ബാറ്റിൽ പാസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അവതാരസും കുറേ കോയിൻസും അതൊക്കെ കളക്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്താ കിട്ടിയുള്ളതെന്ന് നോക്കാം. 20 ഇത് കിട്ടുന്നുണ്ട്. ക്യാഷാണെന്ന് തോന്നുന്നു, ക്യാഷ് കിട്ടുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് ചെയ്യാം. കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ കിട്ടും ഗൈസ്. ഈ അടിയിൽ കാണുന്നതൊക്കെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്. മുകളിൽ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ടിക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കളിച്ചെടുത്തതാണ്. ഇനി 3 എണ്ണം കൂടിയുള്ളൂ. ഈ ഇടയിൽ വിട്ട് ഒന്നുമില്ല. 3 സാധനങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ എലൈറ്റ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പച്ച സാധനത്തിൽ കാണുന്നതില്ലേ, അങ്ങനെ ഒരു പെട്ടി പോലെ, അതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അത്രയ്ക്കാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഈ ക്രിയേറ്റ്സിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തൊക്കെ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. ഇതിന് ക്യാഷ് വേണമെങ്കിൽ ഗൈസ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടൈം വെച്ച് ഓപ്പൺ ചെയ്യാം. അവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഇതിന് നെക്കിയിട്ട് ഇവിടെ ക്യാഷ് ഓപ്പൺ ആവുന്ന കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓപ്പൺ ആവും. എന്നിട്ട് അതിനോട് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സാധനങ്ങൾ ഇവിടെ കിട്ടും. ഇതാണ് ഗൈസ് നമ്മുടെ സംഭവം. അപ്പോൾ ഗൈസ് വീണ്ടും കിട്ടണമെങ്കിൽ ഒന്നുകൂടി നെക്കിയിട്ട് നമ്മുടെ ടൈം ഫുള്ളായി കിട്ടും. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ മിനിമൽട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആഡ് കുഴപ്പമില്ല ഗൈസ്, ആഡായാലും കളിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഈ മിനിമൽട്ടി ഒന്ന് കളിച്ച് നോക്കിട്ടോ ഗൈസ്, പുതിയത് കിട്ടോ. കളിച്ചുള്ളവർ കളിക്കണ്ട, എന്നാലും ഞാൻ ഇതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ മിനിമൽട്ടി കളിക്കുന്നവരാണെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും മറക്കണ്ട. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ശരി, ടാറ്റാ.